വചനമൊഴി ഡിസംബർ 12. വചനഭാഗം റോമ 12:9-21, ലൂക്കായുടെ സുവിശേഷം 6:27-36. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ക്രിസ്തീയ ജീവിത ശൈലി എപ്രകാരമായിരിക്കണമെന്നതാണ്. സുവിശേഷത്തിലും ലേഖനത്തിലും നാം ശ്രദ്ധിക്കുന്നത് മിശിഹായുടെ അനുയായികൾക്ക് ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കണം എന്ന കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളില് ഈശോ ശിഷ്യന്മാരുടെ ജീവിത ശൈലി എന്തായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്ന കാര്യം ലൂക്കാസ് സുവിശേഷൻ തന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് അവതരിപ്പിക്കുന്നത്. ക്രിസ്തീയത ഒരു ജീവിത ശൈലിയാണ്, അത് ഈശോയെ അനുകരിക്കലാണ്. ഈശോ മിശിഹ യഥാർത്ഥത്തിൽ ഒരു മതം സ്ഥാപിക്കുകയല്ല ചെയ്തത്. ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയായി ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും തന്റെ ജീവിതത്തിലൂടെ എപ്രകാരമാണ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഈശോയുടെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങള് ശിഷ്യന്മാര് നമുക്ക് പകർന്നു തരുന്നതാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. ഈശോ മിശിഹ ആത്യന്തികമായി വന്നത് തിന്മയെ പരാജയപ്പെടുത്തുവാനാണ്, പിശാചിനെ പരാജയപ്പെടുത്താനാണ്. തിന്മയെ കീഴടക്കേണ്ടത് നന്മ കൊണ്ടാണ് എന്ന പാഠമാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും തിന്മകളെ പരാജയപ്പെടുത്തുവാൻ, നന്മയുള്ളവരായി മാറുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ജീവിത ശൈലിയിലൂടെ യാഥാർത്ഥ്യമാകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തില് നന്മ മുറുകെ പിടിക്കുവാനും, നല്ല കാര്യങ്ങൾ അറിയുവാനും കേൾക്കുവാനും അത് പ്രവർത്തിക്കുവാനും സാധിക്കുമ്പോൾ തിന്മയെ നമ്മൾ പരാജയപ്പെടുത്തുകയാണ്. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നതും സ്നേഹം നിഷ്കപടമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യണമെന്നാണ്. ആദിമ സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ജീവിത ശൈലി എന്താണെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരോടും ശ്രേഷ്ഠമായത് ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ എന്ന പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തില് ക്രിസ്തീയ ശിഷ്യത്വം ഒരു ജീവിത ശൈലിയാണെന്നും അത് ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്നും ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധവും ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിന്മയെ കീഴ്പ്പെടുത്തുന്നതിനുള്ള മാർഗമായി തിരുവചനം പറയുന്നത് നന്മ ചെയ്യുക എന്നുള്ളതാണ്. തിന്മയെക്കുറിച്ച് ആകുലതപ്പെടാതെ നന്മ ചെയ്യുന്നതിൽ വ്യഗ്രതയുള്ളവരായി മാറുമ്പോൾ തിന്മ ഇല്ലെന്നായി മാറിക്കൊള്ളും. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ സാധിക്കുന്നിടത്തോളം നന്മകൾ ചെയ്തുകൊണ്ട് നന്മയുടെ പ്രചാരകരാകാൻ, നന്മകൾ ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.